ബിടെക് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും എംടെക്കിനല്ല പോവാറ്. കുറെ അധികം കുട്ടികളെങ്കിലും MBAക്ക് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യാറുണ്ട്. ഈ ബിടെക് കഴിഞ്ഞിട്ട് MBAക്ക് ജോയിൻ ചെയ്യുന്നവരെന്താ മണ്ടന്മാരാണോ? അല്ല. കാരണം അവരുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഓക്കെ, ഐ ഹവ് ഡൺ എ എഞ്ചിനീയറിംഗ് പ്രോഗ്രാം, അതായത് ഒരു ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഞാൻ നേടിക്കഴിഞ്ഞു. ഇനി ഞാൻ എത്താൻ ആഗ്രഹിക്കുന്നത് ഒരു മാനേജ്മെന്റ് റോളിലാണ്. അപ്പോൾ അവർ മാനേജ്മെന്റ് റോളിൽ എത്തുമ്പോഴും ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ബാച്ചിലേഴ്സിൽ ഉള്ളത് കൊണ്ട് തന്നെ ആ ഏരിയയിലെ ഒരു മാനേജർ റോളിലേക്ക് ഒരു കമ്പനി ഒരാളെ ഐഡന്റിഫൈ ചെയ്യാൻ നോക്കുമ്പോൾ ഈ കാൻഡിഡേറ്റിന് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടാവും. കാരണം ടെക്നിക്കൽ നോഹവും ഉണ്ട്, അതുപോലെ തന്നെ മാനേജ്മെന്റ് കപ്പാസിറ്റിയും ഉണ്ട്. അതൊരു നല്ല കോമ്പിനേഷൻ ആവില്ലേ? അത് നോക്കി കണ്ടിട്ടാണ് ബിടെക് കഴിഞ്ഞിട്ട് ചിലർ MBAയിലേക്ക് തിരിയുന്നത്. സോ ഇറ്റ് ഇസ് നോട്ട് മാൻഡേറ്ററി ബിടെക് കഴിഞ്ഞാൽ എംടെക്കിന് തന്നെ പോകണമെന്ന്. അപ്പോൾ ഇത് ഞാൻ ഇന്ന് പറയാനുള്ള കാര്യം എന്താണെന്നറിയോ? ഒരാൾ എന്നോട് ചോദിച്ച ചോദ്യമാണ് ദാറ്റ് കുറേ ആൾക്കാർ ഈ ബിടെക് കഴിഞ്ഞിട്ട് MBAക്ക് പോയി ചേരുന്നില്ലേ, അങ്ങനെ MBAക്ക് പോകാനായിരുന്നെങ്കിൽ BBA കഴിഞ്ഞ് MBAക്ക് പോകാൻ പാടില്ലായിരുന്നു, എന്തിനാണ് ഈ മെനക്കെട്ടിട്ട് ബിടെക് ചെയ്തത് എന്നുള്ളത്. ഇതൊരു ശരിക്കും ഒരു നല്ല കോമ്പിനേഷനാണ്. കാരണം BBA MBA ഒരു മോഡൽ നിങ്ങൾ മൂവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടെക്നിക്കൽ നോഹവ് ഉണ്ടാവുമോ? ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് നമുക്ക് കിട്ടുക, ആ ടെക്നിക്കൽ സബ്ജക്ട് നോളജ് നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് ബിടെക് എടുത്ത് പോകുമ്പോഴല്ലേ. സോ തിങ്ക് ഇറ്റ് ലൈക്ക് ഞാൻ ഏത് ഇൻഡസ്ട്രീൻ്റെ മാനേജ്മെൻറ്റ് റോളിലേക്കാണ് എൻറ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതൊരു ടെക്നിക്കൽ ഇൻഡസ്ട്രി ആണ് എങ്കിൽ ആ പെർട്ടിക്കുലർ ടെക്നിക്കൽ ഇൻഡസ്ട്രിയുടെ ഒരു എഞ്ചിനീയറിംഗ് പ്രോഗ്രാം ബാച്ചിലർ ഡിഗ്രിയിൽ ചെയ്യുന്നത് നന്നാവും. അപ്പം നിങ്ങൾ എഞ്ചിനീയറിംഗ് ആണ് ഇപ്പോൾ എടുത്തിട്ടുള്ളതെങ്കിൽ ശരിക്കും ഒന്ന് ആലോചിക്കുക, എനിക്ക് ടെക്നിക്കൽ റോളിലേക്ക് തിരിയണോ അതോ മാനേജ്മെൻറ്റ് റോളിലേക്ക് തിരിയണോ എന്ന്. അതിനനുസരിച്ച് നിങ്ങൾ മാസ്റ്റർ ഡിഗ്രി ചൂസ് ചെയ്യുക. കീപ് ഗോയിങ്. ഹാപ്പി ലേണിംഗ്.